ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു മിനി റൈറ്റിംഗ് ബോർഡാണ് ചെയ്യുന്നത്. അത് എ4 ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എ4 ഷീറ്റിനെ ഇങ്ങനെ മടക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പശ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് കനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനിങ്ങനെ 4 ആക്കി മടക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മടക്ക് കൂടി കൊടുക്കുക. നമ്മളതിങ്ങനെ ആ ഒരു മടക്കായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിങ്ങനെ മടക്കി വയ്ക്കുക. നമ്മളെന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. അതിന് മുൻപ് നമുക്ക് അതിൻ്റെ മേലെ ഒരു ടാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതാണ് നമുക്കത് എഴുതി കഴിഞ്ഞാൽ മാച്ച് കളയാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടാപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയറായി. പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു കളർ പേപ്പറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതിങ്ങനെ ചാരി വയ്ക്കാനുള്ള ഒരു ബോർഡ് പോലെ ഒട്ടിച്ച് കൊടുക്കുക ചെയ്യണത്. അതായത് നമ്മളത് പശ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബോർഡ് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു സ്റ്റാൻഡ് പോലെ ആയിട്ട് അവിടെ ഇരിക്കും. പിന്നെ നമ്മളതിൽ സ്കെച്ച് വെച്ചിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്പോഞ്ച് യൂസ് ചെയ്താൽ മതി.